അങ്ങനെ ബുള്ളി ഗ്യാങ്ങിനെ കുടഞ്ഞു വാരുകയാണ് ലാലേട്ടൻ. അൻസിബയെയും ഋഷിയെയുമാണ് ലാലേട്ടൻ കുടയുന്നത്. ഇനി നോറയെയും റസ്മിനെയും ഒക്കെ കുടയാനുണ്ട്. റസ്മിനെ ഓൾറെഡി കുടഞ്ഞു. നോറയ്ക്കും കൂടി ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബുള്ളി ഗ്യാങ് തെറ്റായിരുന്നു, പവർ റൂം തെറ്റായിരുന്നു എന്നുള്ള കാര്യം ഞാൻ 2-3 ദിവസം കൊണ്ട് ഘോര കിടന്ന് അലച്ചതുപോലെ സത്യമാവും. അപ്പോൾ പിന്നെ ആരും പറയത്തില്ല നിങ്ങൾ അവരെ മാത്രം കുറ്റം പറഞ്ഞു, ബാക്കിയുള്ളവരുടെ ഭാഗത്തല്ല ന്യായം, അവരുടെ ഭാഗത്താണ് ന്യായം. ലാലേട്ടൻ ഉൾപ്പെടെ ഇപ്പോൾ വന്ന് പറഞ്ഞേ, പുറത്ത് ഇത്രയും ജനങ്ങൾ അവർക്കെതിരാണെന്ന് വന്ന് പറഞ്ഞേ. അപ്പോൾ എന്തായാലും ബുള്ളി ഗ്യാങ്ങിൻ്റെ ഭാഗത്താണോ തെറ്റ് എന്നുള്ള കാര്യം ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബുള്ളി ഗ്യാങ് എന്ന് എന്തുകൊണ്ടാണോ അവരെ വിളിക്കാൻ കാരണമെന്ന്. ഋഷിയെ എടുത്തിട്ട് കുടഞ്ഞു വാരി വലിച്ച് കീറി ചുവരിൽ ഒട്ടിച്ച് ഋഷി മിക്കവാറും ലാലേട്ടൻ പോണ സമയത്ത് കരഞ്ഞു വാരും. അൻസിബയ്ക്കിട്ടാണ് ഒരു മറുപടി കൊടുത്തത്. അതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു, സത്യം പറയല്ല, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അൻസിബയ്ക്കിട്ടൊരു മറുപടി കൊടുത്തത്. 2 പ്രൊമോ വന്നിരിക്കുകയാണ്, എവിക്ഷൻ പ്രൊമോയും ഋഷിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പ്രൊമോയും. അതിനകത്ത് നമുക്ക് മനസ്സിലാവും ശ്രീരേഖ ഔട്ട് ആവുകയാണെങ്കിൽ അത് സൺഡേ തന്നെ ആയിരിക്കും, കാരണം കുറച്ച് പേരെ സൺഡേയിലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്താണ് പ്രൊമോയിൽ പറയുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ പ്രൊമോയാണ് എവിക്ഷൻ പ്രൊമോ. അതിനകത്ത് ലാലേട്ടൻ പറയുന്നുണ്ട് നമുക്ക് എവിക്ഷൻ പ്രോസസ്സിലേക്ക് പോവാം. ശ്രീരേഖ, സിജോ, ജിൻഡോ, അപ്സര, നിങ്ങളവിടെ ഇരിക്കുക, നിങ്ങളുടെ കാര്യം നമുക്ക് നാളെ തീരുമാനിക്കാം. ശ്രീരേഖ, സിജോ, ശ്രീതു, ജിൻഡോ, അപ്സര 5 പേര്. ഇവരുടെ 5 പേരുടെ കാര്യം നാളെ പറയാം. ഇന്ന് നന്ദനയുടെയും ശരണ്യയുടെയും കേസ് പറയാം. ബിഗ് ബോസ് പറയുന്ന പോലെ അനുസരിച്ച് എന്താണെന്നുള്ളത് അറിയാമെന്ന് പറയുന്നു. 2 പേരും ഗാർഡൻ ഏരിയയിലേക്ക് വരുന്നു. ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ്, പോസ്റ്റ്മാൻ വന്ന് നിങ്ങളുടെ കയ്യിൽ ലെറ്റർ തരും. അപ്പം നിങ്ങളുടെ ആ തരുന്ന ലെറ്ററിനകത്ത് നിങ്ങളുടെ പേരിൻ്റെ ലെറ്റേഴ്സൊക്കെ കാണും, അതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം. ആരുടെ പേരാണോ കംപ്ലീറ്റ് ആവാത്തത് അവർ എവിക്റ്റായി പോകും. ഇത് തമിഴ് ബിഗ് ബോസിൽ ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നു, പസിൽ കംപ്ലീറ്റ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്ന അറിയാമോ, വീടിൻ്റെ എൻട്രൻസ് തുറന്ന് പോസ്റ്റ്മാൻ സൈക്കിളിൽ വരുന്നു, ആദ്യം ഒരു ലെറ്റർ കൊടുക്കുന്നു. അപ്പോൾ ലെറ്റർ വയ്ക്കുമ്പോഴത്തേക്കും ശരണ്യയുടെ സ്പെല്ലിങ് എസ് ഇല്ല, എ ഉണ്ട്, അടുത്ത് ആറില്ല, എ ഉണ്ട്, എൻ ഉണ്ട്, വൈ ഇല്ല, എ ഉണ്ട്. ശരണ്യയുടെ 3 ലെറ്റർ കിട്ടാനുണ്ട്. നന്ദന വയ്ക്കുന്നു, എൻ ഉണ്ട്, എ ഉണ്ട്, അടുത്തുള്ള എന്നും ഇല്ല, ഡിയും ഇല്ല, പിന്നെ എ ഉണ്ട്, പിന്നെ അടുത്തൊരു എൻ ഇല്ല, പിന്നെ എ ഉണ്ട്. അപ്പോൾ നന്ദനയ്ക്ക് 3 എണ്ണം കിട്ടാനുണ്ട്, ശരണ്യയ്ക്ക് 3 എണ്ണം കിട്ടാനുണ്ട്. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് ഒരിക്കൽ കൂടി പോസ്റ്റ്മാൻ വരും എന്ന് പറയുന്നത്. ഈ സംഭവം ആരുടെ പേരാണോ കംപ്ലീറ്റ് ആവാത്തത് അവർ എവിക്റ്റ് ആവും. പുറത്ത് ഗാർഡൻ ഏരിയയിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ശരണ്യയും നമ്മുടെ നന്ദനയുടെ ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രൊമോ. ശരണ്യ എവിക്റ്റ് ആണ്, അത് ഞാൻ ഓൾറെഡി മുമ്പ് അപ്ഡേറ്റ് ചെയ്തിരുന്നു. അടുത്ത് രണ്ടാമത്തെ പ്രൊമോയാണ് ബുള്ളി ഗ്യാങ്ങിലെ അൻസിബയും ഋഷിയും കുടയുന്ന പ്രൊമോയാണ്. ലാലേട്ടൻ, അൻസിബ എല്ലാ കാര്യങ്ങളും അൻസിബയോട് ചോദിച്ചിട്ടാണോ ഈ ക്യാപ്റ്റൻ ചെയ്യുന്നത്? എല്ലാ കാര്യങ്ങളും അൻസിബയോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ ക്യാപ്റ്റൻ, അങ്ങനെ ആണോ അൻസിബ? അപ്പോൾ അൻസിബ, അത് ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് ലാലേട്ട. അപ്പോൾ ലാലേട്ടൻ ചിലപ്പോൾ ശരിയായിരിക്കും, ഇത്രയും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അത്രയും തെറ്റിദ്ധാരണ ആയിരിക്കും അല്ലേ എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ അൻസിബ അയ്യോ ഒരുമാതിരിയായി പോകുന്നു. അപ്പോൾ അടുത്ത് ഓരോരുത്തരുടെ അഭിപ്രായം ചോദിക്കണം. അപ്പോൾ നന്ദന പറയാണ്, ക്യാപ്റ്റൻ ഈ പറയുന്ന അൻസിബ ചേച്ചിയുടെ പെപ്പറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അപ്സര, നീ എന്തിനാണ് ഈ പറയുന്നത് എടി 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 ഇങ്ങനെ തന്നെ ഈ ഋഷി വിളിച്ചുകൊണ്ടിരുന്നത്? അപ്പോൾ ലാലേട്ടൻ, ഋഷി ഉപയോഗിക്കുന്ന ഭാഷ നല്ലതാണോ ഋഷി? അപ്പോൾ ഋഷി, ലാലേട്ട എൻ്റെ പ്രൊഫഷനെ എടുത്തിട്ട് ഞാനിവിടെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം തന്നെ ഋഷിയുടെ ഡബിൾ സ്റ്റാൻഡ് പൊളിയാണ്. ഋഷിയെ പ്രൊഫഷൻ എടുത്തിട്ട് പ്രൊഫഷന് അപ്സര പറഞ്ഞിട്ടില്ല, അത് വേറൊരു കാര്യം. അപ്സര പ്രൊഫഷനെ പറഞ്ഞു വന്നിരിക്കട്ടെ, ഈ പറഞ്ഞ പോലെ എന്ത് തോന്നിവാസവും വിളിച്ചു കാര്യം പറയുമോ? ഇന്നലത്തെ എപ്പിസോഡിലൊക്കെ നമ്മൾ കണ്ടതാണ്, അവർ ക്രൂക്കഡാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചതാണെന്നൊക്കെ പറഞ്ഞു. അപ്പം എന്തോ പറയട്ടെ, ഒരാളൊരു ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഒപ്പോസ് ചെയ്യാനുള്ള ഒരു മറുപടി പറയാം. ഞാൻ നിങ്ങൾ നല്ലതല്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എന്തുകൊണ്ട് നല്ലതല്ല, നീ നല്ലതല്ല എന്ന് നമുക്ക് തിരിച്ചു പറയാം. അല്ലാതെ അതിനെ ആ ഇൻസിഡൻറ്റോടെ നിർത്തിയിട്ട് നീ മറ്റേ പുറത്ത് അങ്ങനെയല്ലേ, നീ മറ്റേ പുറത്ത് ഇങ്ങനെയല്ലേ, നീ അവിടെ എങ്ങനെ ചെയ്തില്ലേ, ഇവിടെ എങ്ങനെ, അങ്ങനെ ചോദിക്കണം. ഒരു ടോപ്പിക്ക് സംസാരിക്കും, ആ ടോപ്പിക്കിനകത്ത് നിൽക്കണം. ഇതൊരുമാതിരി ഒരേറെ എനിക്ക് കിട്ടിയെങ്കിൽ 10 എണ്ണം തിരിച്ച് കൊടുക്കണം എന്നുള്ള മൈൻഡോട് കൂടി ഇല്ലാത്തതും പൊല്ലാത്തതുമായിട്ടുള്ള സകലമാന കാര്യങ്ങളും ഈ ഋഷി പറഞ്ഞതാണ് ലാലേട്ടനോടെ പൊളിച്ചത്. അപ്പോൾ തന്നെ ഋഷി പറയുന്നുണ്ട്, എൻ്റെ പ്ലാറ്റ്ഫോമിനെ എടുത്തിട്ടത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നും അല്ല എന്നുള്ള കാര്യം. അപ്പം തന്നെ ഡബിൾ സ്റ്റാൻഡ് പൊളിഞ്ഞു. അപ്പോൾ ലാലേട്ടൻ, ഒരു മിനിറ്റ് നിർത്ത്, അഭിനയിക്കുന്നു എന്ന് പറയുന്നത് എന്താണ് ഇത്ര കുഴപ്പം? അല്ല, നിങ്ങൾ അങ്ങനെയാണോ? 100% സത്യസന്ധമായിട്ടാണോ നിങ്ങളവിടെ കളിക്കുന്നത്? എന്നെ കൊണ്ടൊന്ന് പറയിക്കരുത് കേട്ടല്ല എന്നുള്ള ലെവലിൽ ലാലേട്ടൻ. അപ്പോൾ ഋഷി, അല്ല സത്യസന്ധം അല്ല ഋഷി, ഇങ്ങനെ അല്ല സത്യസന്ധമല്ല, ഞാൻ ഇങ്ങനെ ആയിട്ട് തന്നെയാണ് നിൽക്കണേ, ഡേ 1 തൊട്ട് ഇങ്ങനെയാണ് ഞാൻ നിൽക്കണേ. അപ്പം ലാലേട്ടൻ, മോനെ കാര്യമായിട്ട് പറയുവാണ്, വളരെ വളരെ മോശമാണ്.
ഇതാണ് വന്നിരിക്കുന്ന 2 പ്രൊമോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്തായാലും ഋഷി കരയും. ഋഷിക്ക് മനസ്സിലാവും എന്തായാലും പുറത്ത് നെഗറ്റീവാണെന്ന്. അൻസിബയ്ക്ക് മനസ്സിലാവും. ഇന്നലെ അൻസിബയും ഋഷിയും കൊണ്ട് സംസാരിക്കുന്നുണ്ട്. കട്ടിൽ റാണി എന്ന് എൻ്റെ പേര് വീണു എന്ന് പറഞ്ഞുകൊണ്ടെന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അൻസിബയും ഋഷിയും കൊണ്ട്. അപ്പോൾ അതെന്തായാലും അവർക്ക് വീണ് കഴിഞ്ഞു. പിന്നെ ഈ പറയും പോലെ ശ്രീരേഖ, സിജോ, ശ്രീതു, ജിൻഡു, അപ്സര ഇവരുടെ എവിക്ഷൻ്റെ കാര്യം നാളെ പറയാമെന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പം അതിൻ്റെ ഷൂട്ട് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും. ശ്രീരേഖ എവിക്റ്റ് ആവാനുള്ളതാണ്. നമുക്ക് നോക്കാം എവിക്റ്റ് ആവോ ഇല്ലേ എന്നുള്ളത്. അത് അറിയുവാണെങ്കിൽ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.